തുടരും കണ്ടു. എനിക്ക് 3 പേരോട് 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം തിയേറ്റർ ഓണേഴ്സിനോടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ തിയേറ്ററിൽ ക്യാമറ വെക്കുന്നത്? കപ്പിൾസിന്റെ കുൽസിത പ്രവർത്തികൾ റെക്കോർഡ് ചെയ്ത് അത് അമേരിക്കൻ സൈറ്റിലിടാനോ? രണ്ടാമത്തെ ചോദ്യം ഫിലിമിൽ വർക്ക് ചെയ്യുന്നവരോടാണ്. നിങ്ങളുടെ സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ സീൻസ് അത് പൈററ്റ് ചെയ്ത് സ്റ്റോറിയും വീഡിയോസുമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് തംസപ്പ് കൊടുക്കുന്നത്? മുൻനിരയിലുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇത് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഈ വീഡിയോ കാണുന്ന നിന്നോടാണ്. തിയേറ്ററിൽ നീ സിനിമ കാണുമ്പോൾ നിന്റെ മുമ്പിലിരുന്ന് ഒരുത്തൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നീ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞാൻ കഴിഞ്ഞ ദിവസമാണ് തുടരുമെന്ന സിനിമ കാണാൻ പോയത്. സിനിമ ഗംഭീരമായിരുന്നു, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ മുമ്പിലിരുന്ന് ഫുൾ ബ്രൈറ്റ്നസ്സിലിട്ട് ഒരുത്തൻ സിനിമ മിനിറ്റുകളോളം ഷൂട്ട് ചെയ്യുകയാണ്. ഒരു തവണയല്ല, മിനിമം 8 തവണ. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ സമയം തന്നെ അവൻ റെക്കോർഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ എൻ്റെ ഫോണിൽ പകർത്തി. സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കാത്തത് ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ സിനിമ ആസ്വദിക്കുന്നുണ്ട്. അവരിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് ആ ദൃശ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവൻ ചെയ്യില്ല എന്നായിരുന്നു മറുപടി. ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന്. അവൻ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് സത്യത്തിൽ നല്ല ദേഷ്യം വന്നിരുന്നു. നല്ല ബഹളവും തിയേറ്ററിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ്. മനുഷ്യത്വം എന്നുള്ള ഒറ്റൊരു കാരണത്തിൻ്റെ മേലെ മാത്രമാണ് ഞാൻ ആ വ്യക്തിയുടെ മുഖം കാണിക്കാത്തത്. പക്ഷെ അയാൾ മാത്രമല്ല കുറ്റക്കാർ. തിയേറ്റർ ഓണേഴ്സ്, നിങ്ങൾക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല CCTV ഉള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഈ പ്രശ്നം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തത് സിനിമാക്കാരോട്, നിങ്ങളുടെ പൈററ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ റീഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് സ്റ്റാറ്റസും കാര്യങ്ങളും വെച്ച് പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങളുടെ ഒരു സ്റ്റോറി കയറാൻ വേണ്ടിയിട്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളോട് ലീഗലി തെറ്റായ ഒരു കാര്യമാണ് ആളുകൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 6 വർഷം വരെ തടവും ലക്ഷങ്ങളും കോടിയോളം വരെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളവിടെ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ആ തിയേറ്ററിലുള്ള ഒരുപാട് പേര് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതെനിക്ക് ഇന്നലെ മനസ്സിലായതാണ്. ഞാനും നല്ല വീള്ളൊന്നുമല്ല, പക്ഷെ എനിക്ക് മാറാൻ പറ്റി, നിങ്ങൾക്കും മാറാൻ പറ്റും. അപ്പോൾ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഇത് എത്തിക്കുക. ആരും ഈ തെറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയാതെയാണ് ചെയ്യുന്നത്. സപ്പോർട്ട് സിനിമ, സേവ് സിനിമ, ഫോളോ ഫോർ മോർ.